I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനട. തെക്കൻ കേരളത്തിലെ 1000-ലധികം മലനടകളിൽ പ്രഥമ സ്ഥാനമാണ് പെരുവിരുത്തി മലനടയ്ക്ക്. കുറുവ സമുദായത്തിൻ്റെ നിയന്ത്രണത്തിലും 7 കരകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലുമാണ് ക്ഷേത്ര നിയന്ത്രണം. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായി മറ്റു 1000-ലധികം മലനടകളുണ്ട്. ആരാധനാമൂർത്തി മലയപ്പൂപ്പനാണ്. കുറവരുടെ പൂർവിക പ്രകൃതി ആരാധന ഇടങ്ങളാണ് മലനടകൾ. കേരള ചരിത്രത്തിലെ ഇരുണ്ട നൂറ്റാണ്ടുകൾ കുറുവ രാജവംശങ്ങളുടെ തകർച്ചയുടെ കാലഘട്ടമായിരുന്നു. സംഘകാലഘട്ടമായിരുന്ന കുറവരുടെ സുവർണ കാലഘട്ടം. സംഘസാഹിത്യങ്ങളിൽ മിക്ക കാവ്യങ്ങളിലും നായികാനായകന്മാർ കുറവനും കുറത്തിയുമായിരുന്നു. ഭൂരിഭാഗം രാജാക്കന്മാർ, സാഹിത്യകാരന്മാർ, കവികൾ, കവിയത്രികൾ കുറവരായിരുന്നു. കുറിഞ്ഞിയാണ് കുറവരുടെ തിണ്ണൈ. ആയതിനാലാണ് മലകൾ അവരുടെ ആരാധന ഇടങ്ങളായി മാറിയത്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഒന്ന് പരിശോധിക്കാം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ വനങ്ങളിൽ ഉണ്ടാവുമെന്ന് കരുതി പാണ്ഡവരെ തേടിയെത്തിയ ദുര്യോധനും കൂട്ടരും ഇവിടെ വിശ്രമിച്ചുവെന്നും ദാഹാർത്തരായ അവർക്ക് കുറുവാസ്ത്രീ മധുചഷകം നൽകി സൽക്കരിച്ചുവെന്നും സപ്രീതനായ കൗരവ രാജാവ് 101 ഏക്കർ നൽകി അനുഗ്രഹിച്ചുവെന്നുമാണ് കൂടുതൽ പ്രചാരം സിദ്ധിച്ച കഥ. നിഴൽക്കൂത്തിൽ പാണ്ഡവരെ വകവരുത്തുവാൻ നിയോഗിക്കപ്പെട്ട ഭാരതമലയൻ്റെ വാസസ്ഥലമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നുണ്ട്. മലയുടെ മുകളിലുള്ള നട എന്നതിലാണ് മലനട എന്ന പേര് വന്നത്. വിഗ്രഹങ്ങളോ ശ്രീകോവിലോ ഈ ക്ഷേത്രത്തിലില്ല. 1990 വെടിക്കെട്ട് ദുരന്തത്തിന് ശേഷം മത്സരക്കമ്പവും നിരോധിക്കപ്പെട്ടു. തെക്കൻ കേരളത്തിൽ മാത്രമായി കുറവരുടേതായി മാത്രം കാണപ്പെടുന്ന 1000-ലധികം ആരാധനാ ഇടങ്ങളിൽ പകുതിയിലധികവും അറിയപ്പെടുന്നത് മലനടകൾ എന്ന പേരിലാണ്. ഏകദേശം 500ഓളം മലനടകൾ തെക്കൻ കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൂപ്പൻ എന്ന ആരാധനാമൂർത്തിയെ ആരാധിക്കുന്ന ഇടം കൂടിയാണിത്.
മലനിരകളിൽ അങ്ങനെ ക്ഷേത്ര സങ്കല്പമല്ല, ചുറ്റമ്പലമില്ല, ശ്രീകോവിലില്ല, പ്രതിഷ്ഠയില്ല. അതും ഇല്ലാത്ത പ്രത്യേകതയാണ്. അത് ഏത് ഭക്തർക്കും ഏത് മതവിശ്വാസിക്കും ഏത് സമയത്തും വന്ന് ആരാധന നടത്താം. അങ്ങനെയുണ്ട്. ഒന്നിനും സമയക്രമമില്ല. ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പൂജകൾ നടത്തുന്ന, അത് വാർഷിക പൂജകളാണ്. അത് 7:30 നാഴിക ഇരുട്ടിയിട്ട് പൂജകൾ നടത്തുന്നത്. രാത്രിയിലാണ് ഇവിടുത്തെ വാർഷിക പൂജകളും. ഇവിടുത്തെ കൊടിയേറ്റ് പോലും 7:30 നാഴിക രാത്രി 9 മണി 9:30 അതാ ചടങ്ങ് നടത്തുന്നത്. പിന്നെ ഒരു സമയം വെച്ചിരിക്കുന്ന ഉത്സവ ദിവസത്തെ പ്രധാന ഒരു ചടങ്ങുണ്ട്. ഈ ആൽത്തറയിൽ മണ്ഡപത്തിൽ നടത്തുന്ന വായിക്കിരി പൂജ. അത് അർദ്ധരാത്രി രാത്രി 12 മണിക്ക്. ഇവിടെ മാസം വരുമ്പോൾ ഇംഗ്ലീഷ് മാസം വരും, മാർച്ച് മാസം വരും, മീനമാസം. മീനം 1-ാം വെള്ളിയാഴ്ച കുടിയേറി, അതും പ്രത്യേകതയാണ്. മീനം 1-ാം വെള്ളിയാഴ്ച കുടിയേറി, 2-ാം വെള്ളിയാഴ്ച ഉത്സവം, 3-ാം വെള്ളിയാഴ്ച കുടിയേറും. അതാണ് 8 ദിവസത്തെ ഉത്സവം. അത് എന്നും മലനട ഉണ്ടായ അന്ന് തൊട്ട് മീനമാസം 1-ാം വെള്ളിയാഴ്ച കുടിയേറി, 2-ാം വെള്ളിയാഴ്ച ഉത്സവം, 3-ാം വെള്ളിയാഴ്ച കുടിയിറക്കും. അതാണ് വെള്ളിയാഴ്ചയാണ് പ്രധാനപ്പെട്ട ദിവസമെന്ന് പറയാറുണ്ട്. ഈ ദ്രാവിഡാചാരപ്രകാരം എന്നുള്ളത് അത് തമിഴ്നാട്ടിൽ മാത്രമേ ഏറ്റവും കൂടുതൽ ദ്രാവിഡാചാരപ്രകാരമുള്ള കർമ്മങ്ങളും പൂജകളൊക്കെ നടക്കുന്നത്. ഇവിടുത്തെ പ്രധാന വെറ്റിലപാക്ക്, കല്ല്, ചുമന്ന പട്ട്, കറുത്ത പട്ട്, കരിപ്പകട്ടി, കോഴി, മണി, ജീവനുള്ള കാള, ജീവനുള്ള ആട്, ഇതാണ് ഇവിടുത്തെ പ്രധാന നിറച്ച സാധനങ്ങൾ. അത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. ആരാധനയിലും അനുഷ്ഠാനത്തിലും സങ്കല്പത്തിലും മറ്റു ക്ഷേത്രങ്ങളായിട്ട് എല്ലായ്പ്പോഴും വ്യത്യസ്തത കാരണം. ഇനി ഇവിടുത്തെ ഉത്സവ കാലഘട്ടം എന്നാണ് എന്ന് നോക്കാം. പെരുവിരുത്തി മലനടയിലെ കെട്ടുത്സവം ഏറെ പ്രശസ്തമാണ്. ഉത്സവത്തിന് ഭാരമേറിയ മലക്കുട പേറി കച്ചയുടുത്ത് ഊരാളൻ തുള്ളി മലയിറങ്ങുമ്പോൾ കെട്ടുകാഴ്ചകൾ നിരക്കുന്നു. എടുപ്പ് കുതിരകളും കെട്ടുകാളകളുമാണ് പ്രധാന ഉത്സവ കാഴ്ചകൾ. ഇവിടുത്തെ മത്സരക്കമ്പവും ഏറെ പ്രശസ്തമായിരുന്നു. മീനമാസത്തിലാണ് മലനടയിലെ പ്രസിദ്ധമായ മലക്കുട മഹോത്സവം. മീനമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറും. ഉത്സവനാളിലെ കെട്ടുകാഴ്ചകളിൽ പ്രധാനം കാളയും എടുപ്പ് കുതിരയുമാണ്. ഇടയ്ക്കാട് കരക്കാർക്ക് ഈ വലിയ എടുപ്പുകാള മലനട അപ്പൂപ്പൻ്റെ ഇഷ്ടദാനവും കെട്ടുകാളയാണ്. തിളങ്ങുന്ന കണ്ണുകളും വാശിയും വീറും വടിവൊത്ത ശരീരപ്രകൃതിയുമുള്ള എടുപ്പുകാള ഏവരെയും ആകർഷിക്കുന്നു. 21 കോൽ നീളമുള്ള എടുപ്പ് കുതിരകളെ കാണാനും അവ തോളിലെടുത്ത് കുന്നിൻമുകളിലൂടെ വലം വയ്ക്കുന്നത് കാണാൻ ധാരാളം ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. ഓലക്കൊട ചൂടി ഒറ്റക്കാലിൽ ഉറഞ്ഞു തുള്ളിയെത്തുന്ന ക്ഷേത്രത്തിലെ പൂജാരി താഴേക്ക് ഇറങ്ങിച്ചെന്ന് കെട്ടുകാഴ്ചകളെ അനുഗ്രഹിക്കും. ഉത്സവ ദിനം മുരവ് കണ്ടത്തിൽ ഒത്തുചേരുന്ന കാളകളും എടുപ്പുകുതിരകളും മലയൂരാളിയായ മലനട അപ്പൂപ്പൻ്റെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുന്നു. വലിയ കാളയെ അനുഗ്രഹിക്കുന്നതോടെ മല കയറാൻ കെട്ടുകാഴ്ചകൾ തയ്യാറാകും. ക്ഷേത്ര സന്നിധാനത്തിലെ ആൽത്തറയിലും തടി കൊണ്ട് നിർമ്മിച്ച കാളയെ കാണാം. വിശ്വാസികൾ ഇവിടെ എത്തുമ്പോൾ നേർച്ചയായി തടിയിൽ നിർമ്മിച്ച കാളരൂപം നൽകുന്നതും ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. മറ്റൊരു പ്രധാനം 21 കാൽ എടുപ്പ് കുതിരയാണ്. 6 കരകളിൽ നിന്നായി ഇവയെ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നു. മുരവ് കണ്ടത്തിൽ തയ്യാറായി നിൽക്കുന്ന എടുപ്പ് കുതിരകളെ ആർപ്പുവിളികളോടെ 100 കണക്കിന് ആളുകൾ തോളിലേറ്റുന്നു. അപ്പൂപ്പൻ്റെ അനുഗ്രഹം കൂടിയായാൽ മല താനെ കയറും എന്നും ആരും ക്ഷീണിതരാകില്ല എന്നുമാണ് ഇവിടുത്തെ വിശ്വാസം. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയും പ്രശസ്തമാണ്. വേല സമുദായത്തിൽപ്പെട്ടവരെ കാർമ്മികത്വത്തിൽ നടത്തുന്ന ഈ പൂജ 12 ദിവസം നീണ്ടു നിൽക്കും. ചൂരൽവള്ളികൾ ശരീരത്തിൽ ചുറ്റി ക്ഷേത്രമുറ്റത്ത് ഉരുളുന്ന പള്ളിപ്പാന ചടങ്ങ് കുരുക്ഷേത്ര യുദ്ധത്തിലെ ശരശയ്യയാണ് അനുസ്മരിക്കുന്നത്. 2000-ലാണ് ഇവിടുത്തെ ഒടുവിലത്തെ പള്ളിപ്പാന നടന്നത്. നാഗരാജാവിന്റെ ഉണ്ടാകണമെന്നറച്ച തിരുവാർമള ഭഗവാൻ
ഇച്ചിരി ഉള്ളതുകൊണ്ട് അങ്ങനെ എത്ര പരിധി വരും പുറത്താക്കി